ആലപ്പുഴ മാന്നാറിലെ കലാകൊലക്കേസിൽ അന്വേഷണ സംഘം അതിസങ്കീർണമായ വെല്ലുവിളികളാണ് നേരിടുന്നത്. കേസിൽ മുഖ്യപ്രതി അനിൽകുമാറിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ കോടതിയിൽ അപേക്ഷയും നൽകി. അനിൽകുമാറിന്റെ ഉറ്റ സുഹൃത്ത് നാസറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട കാലയളവ് മുതൽ അനിൽകുമാർ നാസറുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലും നാസറിനെ തേടി അനിലിന്റെ കോൾ എത്തിയിരുന്നു. അനിൽകുമാർ സ്വമേധയാ ഇസ്രായേലിൽ നിന്ന് വരാൻ താല്പര്യം കാണിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം. അനിൽകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. രാജ്യത്ത് ഏത് വിമാനത്താവളത്തിലെത്തിയാലും കസ്റ്റഡിയിലെടുക്കാനാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. അറസ്റ്റ് വാറന്റ് ഇറക്കാൻ ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകി. പ്രതിക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കുന്നതിന് ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ CBIക്ക് പോലീസ് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട കാലയളവ് മുതൽ കഴിഞ്ഞ ദിവസം വരെ അനിൽകുമാറുമായി നാസർ ബന്ധപ്പെട്ടുവെന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും നാസറിന്റെ ഫോണിൽ അനിൽകുമാർ വിളിച്ചിരുന്നു. കേസന്വേഷണത്തെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ചോദിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ നാസറിനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം കസ്റ്റഡിയിലുള്ള പ്രതികളുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. കേസിൽ കൂടുതൽ ബലത്തിനു വേണ്ടിയാണ് പോലീസ് നീക്കം. അനിൽകുമാർ നാട്ടിലെത്താത്ത പശ്ചാത്തലത്തിൽ ഇയാളുടെ കൂടുതൽ ബന്ധുക്കളെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട്. അനിൽകുമാറിനെ എത്തിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി വേണം ഇതിനെ കരുതാൻ. കൊലപാതകം നടത്താൻ ഉപയോഗിച്ച കാർ കണ്ടെത്തുന്നതിനും പരക്കംപാച്ചിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ന്യൂസ് 18 ആലപ്പുഴ.